ഒരു 9 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞുകൊണ്ട് കുറേയധികം കമൻറ്റ് എനിക്ക് മുമ്പത്തെ വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിനുള്ള ഒരു മറുപടി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു ഹിസ്റ്റോറിക്കൽ സൈഡ് ഞാൻ പറഞ്ഞുതരാം, പിന്നെ ശ്രദ്ധിച്ച് കേട്ടോളി. ഇന്നത്തെ ഈ കാലം പോലെ 1400 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിട്ടുള്ള സൊസൈറ്റി, ലൈഫ് സ്റ്റൈല്, ഫുഡ്, ക്ലൈമറ്റ് എന്ന് പറയുന്നതൊക്കെ വളരെയധികം വ്യത്യാസമായിരുന്നു. അന്നത്തെ കാലത്ത് ഏർലി മാരേജ് വളരെയധികം നോർമലായിരുന്നു. അറേബ്യ മാത്രമല്ല, ബിബ്ലിക്കൽ ടൈം എടുത്ത് നോക്കിയാലും ഏഷ്യൻ ഹിസ്റ്ററി, യൂറോപ്യൻ ഹിസ്റ്ററി ഏതെടുത്ത് നോക്കിയാലും വളരെയധികം വ്യക്തമാണ്. ഇന്ന് നമ്മൾ മെച്യൂരിറ്റി നോക്കുന്നത് വെറും ഒരു നമ്പർ വെച്ചാണെങ്കിൽ അന്ന് അവർ നോക്കിയിരുന്നത് ഫിസിക്കൽ ഗ്രോത്ത്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, സോഷ്യൽ റെഡിനെസ് എല്ലാം കൂടിയായിരുന്നു. ഇന്നൊരു കുട്ടി വളരുന്നതും അന്നൊരു കുട്ടി വളരുന്നതും ഒരുപോലെയാണോ? അല്ല. അന്നത്തെ അവരുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നാച്ചുറലായിരുന്നു, എല്ലാം നാച്ചുറലായിരുന്നു. നാച്ചുറലായിട്ടുള്ള ഫുഡ് ഉണ്ടാവും, നാച്ചുറലായിട്ടുള്ള ലൈഫ് സ്റ്റൈലാവും, അതുപോലെ തന്നെ ക്ലീൻ എൻവയോൺമെൻ്റ് ആണ്, അതുപോലെ തന്നെ നാച്ചുറൽ ഹോർമോൺസ് ആണ്. നമ്മളുടെ ലൈഫ് സ്റ്റൈലും അവരുടെ ലൈഫ് സ്റ്റൈലും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് അന്നത്തെ ജനറേഷൻ ഇന്നത്തെ ജനറേഷനേക്കാളും ഫിസിക്കലി ഫാസ്റ്റ് മെച്യൂർഡ് ആയിരുന്നത്. ഇത് മെഡിക്കൽ ഹിസ്റ്ററി പോലും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. ഇനി ബൈബിളിലെ ക്യാരക്ടറായിട്ടുള്ള റെബക്ക, അവരുടെ മാരേജും ഇതുപോലെ ഏർലി മാരേജ് ആയിരുന്നു. ഈവൻ ബൈബിളിൽ പറയുന്നു, ചെറുപ്പത്തിൽ തന്നെ വെള്ളം എടുക്കുകയും ഒട്ടകത്തെ നോക്കുകയും ദൂരയാത്രകൾ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തിരുന്നു. ഇതവിടെ കാണിക്കുന്നത് അവരുടെ ഏർലി റെസ്പോൺസിബിലിറ്റീസ് ആണ്. ഇനി ആയിഷ റളിയല്ലാഹുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഇസ്ലാമിക് ഹിസ്റ്ററിയിലെ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് സ്കോളേഴ്സിൽ ഒരാളായിട്ട് തന്നെ മാറിയിട്ടുണ്ടായിരുന്നു. പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണത്തിന് ശേഷം വർഷങ്ങളോളം അവർ ജീവിച്ചിരുന്നു. ഈ ഒരു ടൈം പീരീഡിൽ ഞങ്ങൾക്ക് ലഭിച്ചത് 2000-ലധികം ഹദീസുകളും കുറേയധികം അറിവുകളുമായിരുന്നു. ഇനി നിങ്ങൾ പറ, ഇതൊരു അബ്യൂസ് ആയിരുന്നെങ്കിൽ അവരുടെ ലൈഫ് ഇത്രയ്ക്ക് ഒരു വാല്യൂബിൾ ആവുമോ? ഒരു പാസ്റ്റ് ഹിസ്റ്ററിയെ ജഡ്ജ് ചെയ്യുമ്പോൾ പ്രസന്റ് മൈൻഡ് വെച്ച് ഒരിക്കലും ചെയ്യരുത്. ഇനി ഇത് പറഞ്ഞ് നടക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുത്തോളൂ.